എൻ്റെ സ്റ്റഡി പ്ലാനെ പറ്റി പറയുകയാണെങ്കിൽ PSCയുടെ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നടന്ന ചോദ്യപേപ്പറുകളും ശേഖരിച്ച് അതിനെ അനാലിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പഠന രീതിയായിരുന്നു. സോ എക്സാമിനോട് അടുപ്പിച്ചുള്ള 2 മാസം ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള വിഷയം ഇംഗ്ലീഷ് തന്നെയായിരുന്നു. സോ രഞ്ജിത്ത് സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചത്. നമ്മുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചാൽ എപ്പോഴായാലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. എൻ്റെ പേര് അക്ഷയ്. ഞാൻ കൊല്ലം ജില്ലയിലെ കരിയപ്ര സ്വദേശിയാണ്. ഈ കഴിഞ്ഞ CPO എക്സാമിൽ പത്തനംതിട്ട ബറ്റാലിയനിൽ 31 റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ കയറുക എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ PSC ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതും. ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഞാൻ നേരെ PSCയിലേക്ക് വരികയായിരുന്നു. ഒരു തുടക്കാരൻ എന്ന നിലയിൽ ആദ്യം ഞാൻ വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായി പഠിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഞാനൊരു സെൻറ്ററിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ PSCയിലേക്ക് വന്ന ശേഷം ആദ്യത്തെ എഴുതുന്ന എക്സാം 10th ലെവൽ പ്രിലിംസ് ആയിരുന്നു. ഒരു തുടക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ പോലെ റിസൾട്ട് അതിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത എക്സാം ഈ കഴിഞ്ഞ CPO എക്സാം ആയിരുന്നു. അതിൽ അത്യാവശ്യം നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാനും എനിക്ക് സാധിച്ചു. എൻ്റെ സ്റ്റഡി പ്ലാനെ പറ്റി പറയുകയാണെങ്കിൽ PSCയുടെ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നടന്ന ചോദ്യപേപ്പറുകളും ശേഖരിച്ച് അതിനെ അനാലിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പഠന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് റീസെൻ്റായിട്ട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു എക്സാം പോലെ തന്നെ എഴുതി നോക്കുന്നതുകൊണ്ട് എനിക്ക് ടൈം മാനേജ്മെൻറ്റും പക്കയായിട്ട് ചെയ്യാൻ സാധിച്ചു ഈ ഒരു രീതിയിലൂടെ. പിന്നെ ഞാൻ ഡെയിലി ഒരു 12 മണിക്കൂറോളം വരെ പഠിക്കുമായിരുന്നു. അതിൽ തന്നെ എനിക്ക് പാടുള്ള സബ്ജക്റ്റായിരുന്നു ഇംഗ്ലീഷ്, സയൻസ് എന്നിവ. സോ ഞാൻ കൂടുതൽ സമയം അവയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയും ബാക്കി സമയങ്ങളിൽ എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ വേഗം റിവിഷൻ ചെയ്തും അല്ലാതെയും കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഈ CPO എക്സാം ഞാൻ ഫോക്കസ് ചെയ്യുന്ന മെയിൻ എക്സാം ആദ്യത്തേത് CPO എക്സാം ആയിരുന്നു. അതിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. സോ എക്സാമിനോട് അടുപ്പിച്ചുള്ള 2 മാസം ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ബാക്കി സമയങ്ങളിൽ റിവിഷനും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. പിന്നെ നിരവധി യൂട്യൂബ് ക്ലാസ്സുകളും എനിക്ക് പാടുള്ള വിഷയങ്ങളുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കുറേ അധികം കാണുകയും അതിൽ നിന്ന് നോട്ടുകൾ തയ്യാറാക്കി റിവിഷൻ ചെയ്താണ് ഞാൻ പാടുള്ള ഭാഗങ്ങളൊക്കെ ക്യാച്ച് ചെയ്തിരുന്നത്. PSCയുടെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാം പേപ്പർ അനാലിസ് ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ GK ഒന്നും ഞാൻ അധികം അങ്ങനെ വലിച്ചൊരു പഠിക്കുകയും ചെയ്തിട്ടില്ല. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്ത് അതിൽ നിന്നും ഏത് പഠിക്കണമെന്ന് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ നോക്കി കാണുകയും അങ്ങനെ ആവശ്യമുള്ള ടോപ്പിക്കുകൾ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു എൻ്റേത്. സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു NCC കേഡറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നോട്ട് യൂണിഫോം പോസ്റ്റിനോട് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ PSC ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴും എൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്ന മെയിൻ എക്സാം ഈ CPOയുടെ എക്സാം ആയിരുന്നു. സോ ഈ CPO എക്സാം തന്നെ എഴുതി അതിൽ നല്ലൊരു റാങ്ക് നേടണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ എക്സാമിനെ സമീപിക്കുന്നത്. എൻ്റെ വിജയത്തിൽ എൻട്രിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പാടുള്ള സബ്ജക്റ്റുകളെല്ലാം ഞാൻ എൻട്രിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെയാണ് എനിക്ക് എളുപ്പമുള്ളതാക്കി മാറ്റിയത്. ഞാൻ PSCയിലോട്ട് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു. കാരണം പണ്ടുതൊട്ടേ ഞാൻ ഇംഗ്ലീഷ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ ഉഴപ്പി നടക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ PSCയിലോട്ട് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ടുള്ളൊരു വിഷയം ഇംഗ്ലീഷ് തന്നെയായിരുന്നു. സോ രഞ്ജിത്ത് സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചത്. സാറിൻ്റെ ഒരു അവതരണ ശൈലിയും സാറിൻ്റെ ടിപ്സുകളും ഒക്കെ എനിക്ക് എക്സാമിൽ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദീപ് സാറിൻ്റെ ക്ലാസ്സുകളെ പറ്റി എടുത്തു പറയണം. സാറിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ എക്സാം സമയത്ത് എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ എൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ വാക്കുകളും അത് എനിക്ക് ആ എക്സാമിനെ സമീപിക്കാൻ തന്നൊരു ധൈര്യം അത് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാം കവർ ചെയ്തത് എൻട്രിയുടെ മെറ്റീരിയൽസ് വെച്ചായിരുന്നു. എനിക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുകയും അത് പ്രിൻ്റ് ഔട്ട് എടുത്തുമാണ് ഞാൻ കറണ്ട് അഫയർ എല്ലാം കവറപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എക്സാം അടുപ്പിച്ച് എൻട്രിയുടെ മാരത്തോൺ ക്ലാസ്സുകൾ ഞാൻ തുടർച്ചയായി കാണുകയും അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻട്രിയുടെ ക്ലാസ്സുകളെല്ലാം എൻ്റെ വിജയത്തിൽ വളരെ വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു. ഇനി പുതുതായിട്ട് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തന്നെ നീങ്ങണം. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. നമ്മൾ അവരുടെ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ നമ്മുടെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചാൽ എപ്പോഴായാലും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു.